ചരിത്രം പുരുഷന്മാരാൽ എഴുതപ്പെട്ടതാകാം, പക്ഷേ ലോകത്തിന്റെ വിജ്ഞാനഗതി മാറ്റിവരച്ച ഒരു സ്ത്രീയുടെ കഥയാണിത്. വർഷം 889 AD, വടക്കൻ ആഫ്രിക്കയിലെ മൊറോക്കോയിലെ ഫെസ് നഗരം. അവിടെ ഒരു വലിയ ചരിത്രം ജനിക്കുകയായിരുന്നു. ഇന്ന് നാം കാണുന്ന ഓക്സ്ഫോർഡും ഹാർവാർഡും പിറക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തിന് യൂണിവേഴ്സിറ്റി എന്ന അത്ഭുതത്തെ പരിചയപ്പെടുത്തിയ ഒരു വിപ്ലവകാരി, ഫാത്തിമ അൽ ഫിഹ്രി. ടുണീഷ്യയിലെ കെയ്റുവാനിൽ ഒരു സമ്പന്ന വ്യാപാരിയുടെ മകളായാണ് ഫാത്തിമ ജനിച്ചത്. എന്നാൽ രാഷ്ട്രീയ സംഘർഷങ്ങളും പീഡനങ്ങളും നിറഞ്ഞ അക്കാലത്ത് അവർക്ക് സ്വദേശം വിട്ട് ഫെസ് നഗരത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അഭയാർത്ഥിയായി എത്തിയവൾ. പക്ഷേ ദുരന്തങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ചുരുങ്ങിയ കാലയളവിൽ തന്റെ അച്ഛനെയും ഭർത്താവിനെയും ഫാത്തിമയ്ക്ക് നഷ്ടമായി. അസാമാന്യമായ സമ്പത്ത് കൈവശമുണ്ടായിട്ടും അത് ആഡംബരത്തിന് ഉപയോഗിക്കാൻ അവർ തയ്യാറായില്ല. അധികാരമോ രാഷ്ട്രീയ പദവിയോ അല്ല, മറിച്ച് തകർന്നുകൊണ്ടിരുന്ന തന്റെ സമൂഹത്തെ അറിവിലൂടെ ഒരുമിപ്പിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ഒരു ജനതയുടെ അതിജീവനം വിജ്ഞാനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഫാത്തിമ തന്റെ സമ്പത്ത് മുഴുവൻ ഒരു മഹത്തായ ലക്ഷ്യത്തിനായി മാറ്റിവെച്ചു, അൽ ഖറാവിയീൻ. അതൊരു പ്രാർത്ഥനാ കേന്ദ്രം മാത്രമായിരുന്നില്ല, ലോകത്തിലെ ആദ്യത്തെ ഡിഗ്രി നൽകുന്ന വിദ്യാഭ്യാസ കേന്ദ്രമായി അത് മാറി. ഇന്ന് നാം ഈ ചരിത്രത്തെ വെറും കഥയല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നത് ഒരു വലിയ അംഗീകാരത്തിന്റെ ബലത്തിലാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ലോകത്ത് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പഴക്കമേറിയ സർവകലാശാല അൽ ഖറാവിയീനാണ്. യുനെസ്കോയും ഈ ചരിത്രപരമായ സത്യത്തെ ശരിവെക്കുന്നു. ബിരുദങ്ങൾ നൽകുന്ന ആദ്യത്തെ സ്ഥാപനം എന്ന ഖ്യാതിയും ഈ വിസ്മയത്തിൽ സ്വന്തം. എങ്ങനെയാണ് ലോകം ഈ ആശയം പകർത്തിയത്? മധ്യകാല യൂറോപ്പ് അന്ധകാരത്തിലായിരുന്നപ്പോൾ അൽ ഖറാവിയീൻ വിജ്ഞാനത്തിന് പ്രകാശഗോപുരമായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ജൂതന്മാരും അവിടെ വിദ്യ തേടിയെത്തി. അറബിക് അക്കങ്ങൾ യൂറോപ്പിന് പരിചയപ്പെടുത്തിയ പ്രശസ്ത ചിന്തകരും ഈ കലാലയത്തിന്റെ പടികയേറിയവരാണ്. പിന്നീട് യൂറോപ്പിൽ ഉയർന്നു വന്ന ബൊലോഗ്ന, ഓക്സ്ഫോർഡ് സർവകലാശാലകൾ ഫാത്തിമയുടെ ഈ വിപ്ലവകരമായ ആശയത്തെ മാതൃകയാക്കി. സിലബസുകൾ ക്രമീകരിക്കുന്നതും ബിരുദങ്ങൾ നൽകുന്നതും അക്കാദമിക് വസ്ത്രങ്ങൾ ധരിക്കുന്നതും പോലും ഫാത്തിമ അൽ ഫിഹ്രി തുടങ്ങിവെച്ച ആ സാംസ്കാരിക വിസ്മയത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ഫാത്തിമ അൽ ഫിഹ്രി ഒരു വ്യക്തിയല്ല, മറിച്ച് മാറ്റത്തിന്റെ ശബ്ദമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇന്നും ചർച്ചയാകുന്ന ഈ കാലത്ത് 1200 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ അറിവിന്റെ ഗതി നിശ്ചയിച്ചവൾ. ഓരോ ബിരുദധാരിയുടെയും സർട്ടിഫിക്കറ്റിന് പിന്നിൽ ഫെസിലെ മണ്ണിൽ വിദ്യയുടെ വിത്തിട്ട ആ നിശ്ചയദാർഢ്യമുണ്ട്. ഫാത്തിമ അൽ ഫിഹ്രി, അറിവിന്റെ ചരിത്രത്തിലെ അനശ്വര നക്ഷത്രം.